മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 14:33 നമുക്ക് ധ്യാനിക്കാം. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 33. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു, ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല. ഡോക്ടർ സാമുവേൽ ജോൺസൺ ആംഗ്ലേയ സാഹിത്യത്തിലെ പ്രഗത്ഭയായ കാതറിനുമായി സംസാരിക്കുകയായിരുന്നു. ചർച്ചയ്ക്കിടയിൽ മനുഷ്യർ തുല്യരാകണമെന്നും എങ്കിലേ സമൂഹത്തിൽ പുരോഗതി കരഗതമാകൂ എന്നും കാതറിൻ വാദിച്ചു. ജോൺസൺ പറഞ്ഞു, വാസ്തവമാണ് മാഡം, പക്ഷേ ഇന്നതൊന്നും സാധിക്കില്ല. കാതറിൻ രോഷാകുലയായി അവർ പറഞ്ഞു, നിങ്ങളെന്താണ് ജോൺസൺ ഇങ്ങനെ വിഡ്ഢിത്തം പറയുന്നത്? എന്തുകൊണ്ട് സാധിക്കില്ല? കാതറിൻ തുടർന്നു, എന്താ ദൈവം മനുഷ്യനെ മന്ത്രിയെന്നോ അടിമയെന്നോ പ്രഭുവെന്നോ തോഴിയെന്നോ ഒക്കെ തിരിച്ചിട്ടുണ്ടോ? പിന്നെന്തുകൊണ്ടാണിത് സാധിക്കില്ലെന്ന് നിങ്ങൾ പറയുന്നത്? സമത്വമുണ്ടെങ്കിലേ ഇന്ന് സമൂഹം രക്ഷപ്പെടൂ. ജോൺസൺ അസ്വസ്ഥത പ്രകടിപ്പിച്ച് വാച്ചിൽ നോക്കിയിട്ട് പറഞ്ഞു, ഓ ക്ഷമിക്കണം മാഡം, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, മാഡത്തിന്റെ സേർവന്റിനെ കൂടി ഞാൻ ഈ അത്താഴത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കിന്ന് 3 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമായിരുന്നു. ഇത്രയും നേരമായിട്ട് അവനെ കണ്ടില്ലല്ലോ. ഇത് കേട്ടപ്പോൾ കാതറിന്റെ മുഖം കടലാസ് പോലെ വിളറി. അവർ എണീറ്റു. എന്ത് മണ്ടത്തരമാണ് മിസ്റ്റർ ജോൺസൺ നിങ്ങളെ കാട്ടിയത്? എന്റെ വേലക്കാരനോടൊപ്പം ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കാനോ? എന്നെ കിട്ടില്ല, ഞാനിതാ പോകുന്നു. ജോൺസൺ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭവതി, ഇത്രയും നേരം സമത്വം സ്വാതന്ത്ര്യം എന്നൊക്കെ നിങ്ങൾ വാദിച്ചില്ലേ? സ്വന്തം കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയായി? ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരെ തിരുത്തുന്നതല്ലേ നല്ലത്? കാതറിന്റെ നാവിറങ്ങിപ്പോയി. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.